കരളിൽ എന്തിട്ട കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം. പ്രാന്തായ ഞാൻ പട്ടാപ്പാല് വാലം തുറന്നിട്ടിരുന്ന എന്തു കോപ്പറാണ്ടത്തിനെ കാണിക്കണേ? കള്ളന്മാരെങ്ങനെ കയറിയാലോ? അതിന് ഞാൻ ഇടിപ്പില്ലേ? ഏയ് അതല്ല, വേറെ വല്ല കള്ളന്മാരും കയറിയാലോന്ന്. ഇത് എവിടുന്ന് മോട്ടിച്ചത് പുതിയ സാധനം? പുതിയതൊന്നും അല്ല, പഴയതിന്റെ കൂട്ടത്തിൽ കിടന്ന ഞാൻ എടുത്ത് പൊടി തുടച്ചു വെച്ചു. വീട്ടിന് അലങ്കാരമായി, പാട്ടിന് പാട്ടുമായി. പാട്ടൊക്കെ കേട്ട് കിട്ടിയിരുന്നു കേട്ടോ. ഇന്നത്തെ കടയിലേക്ക് വരാഞ്ഞത്? ഇന്ന് സ്റ്റോക്ക് എടുക്കേണ്ട ദിവസമല്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. മലന്നുപോയി. വേഗം ചോറെടുത്ത് വെക്കാം, എനിക്ക് വിശന്നിട്ട് പോയാ. അയ്യോ, ഇന്നൊന്നും വെച്ചിട്ടില്ല, മറന്നുപോയി. മറക്കേ? അച്ഛനത് എന്താ പറ്റിയത്? കംപ്ലീറ്റ് മറവിയാണല്ലോ. എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ എന്താ ഇങ്ങനെ മറക്കണമെന്ന് ആലോചിക്കായിരുന്നു. ആ നേരം കൊണ്ടൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. എന്താ? ആർക്ക്? എനിക്ക്. സമയത്ത് ഭക്ഷണം കഴിച്ച അവിടെ കിടക്കാലോ. എന്നാ ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവേണ്ട ഈശ്വര. വല്ല ഹോസ്റ്റലിലും കൊണ്ടേ ആക്കണം, എന്നാലേ പഠിക്കൂ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? എവിടെ നോക്കിയാന്ന്? എവിടെ നോക്കിയെന്ന് താനല്ലേ വളവ് തിരിഞ്ഞു വന്നത്? പിന്നെ പാലിന്റെ പൈസ വണ്ടി സ്റ്റാൻഡിൽ ഓടിക്കരുത്. ഇതിന്റെ പിന്നെ വിളിക്കാം. കാലത്തെ വേറൊന്നും കിട്ടിയില്ല, അതാ തന്റെ ഷർട്ട് എടുത്തിട്ടത്. നിന്നെ കാലത്തെ എവിടെ പോയി? നടക്കാൻ പോയി. സ്കൂട്ടറല്ല, സ്കൂട്ടറെ പാർക്ക് വരെ പോയി. നടന്നിട്ട് സ്കൂട്ടറെ കയറി തിരിച്ചു വന്നു. ഓ അത് ശരി. ആ പാലുകാരൻ എത്ര രൂപ കൊടുത്തു? ഏത് പാലുകാരൻ? ആ പാലുകാരനെ. പാലുകാരന്റെ പൈസ കഴിഞ്ഞ ആഴ്ച കൊടുത്താണല്ലോ. എന്താ തന്നില്ലെന്ന് അയാൾ പറഞ്ഞോ? ആ പാലുകാരനല്ല ഈ പാലുകാരൻ. ഈ പാലുകാരൻ രാവിലെ അഞ്ജനയുടെ വീടിന്റെ മുമ്പിൽ വെച്ച് അച്ഛന്റെ സ്കൂട്ടർ ഇടിച്ച പാലുകാരൻ. അഞ്ജനയുടെ വീടിന് മുമ്പ് വെച്ച് എന്റെ സ്കൂട്ടർ ഇടിച്ചെന്നോ? രക്ഷപ്പെടാൻ നോക്കുന്നു വേണ്ട, അവള് വിളിച്ചു പറഞ്ഞു. അത് അവള് സ്വപ്നം കണ്ടതായിരിക്കും. അതാണല്ലോ പ്രായം. അവള് കണ്ടതേ ചിലപ്പോ വേറെ വല്ല മേനോമനായിരിക്കും. അയ്യോ, കൈക്കും തൂറ്റി. എവിടെ? ചോരയോ? നടക്കുന്നതിന്റെ ഇടയ്ക്ക് വേറെ തെറ്റൊന്നും അറിഞ്ഞായിരുന്നു. നടത്തത്തിന്റെ സ്പിരിറ്റിലൊന്നും അറിഞ്ഞില്ല. ഇപ്പോഴാ കണ്ടത് തന്നെ. ഒന്നുമില്ലെന്നേ. ഡെറ്റോൾ ഒഴിച്ച് കഴുകിട്ട് നെബാസൽ പൗഡർ ഇട്ട് അത് നോക്കോളും. ഒന്നുമില്ലെന്നേ. കടലേം കുറച്ച് ഇരുന്നാ മതിയാ, പോണ്ടേ? നീ പോക്കോ, എനിക്ക് നമ്മുടെ ഓഡിറ്ററെ ഒന്ന് കാണണം. ഇയർ എൻഡിങ് അല്ലേ? അയാളെ കടയിലേക്ക് വിളിപ്പിച്ചാ പോരെ, അതല്ലേ പതിവ്. അല്ലല്ല, ഇന്നയാൾ ഫ്രീ ആണ്, വീട്ടിൽ ചെന്നാൽ സൗകര്യമായിട്ട് കാണാന്ന് വിളിച്ചു പറഞ്ഞു. ചെല്ലാന്ന് ഞാനും പറഞ്ഞു. എന്നാ വേണം റെഡിയാവോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ കാറിൽ പോക്കോളാം, നീ വിട്ടോ, വെറുതെ സമയം കളയണ്ട. ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? അത് ലോങ് ട്രിപ്പ്, ഇവിടെ അടുത്തല്ലേ. എന്തെങ്കിലും ചെയ്, വളർത്തു ദൂഷ്യം. അല്ലാണ്ടെന്താ പറയാ, വയസ്സാം കാലത്ത് പിള്ളേര് പറഞ്ഞാൽ കേൾക്കണം. ആർക്കാണ് വയസ്സായത്? ഓ, എനിക്ക് വയസ്സായി തുടങ്ങിയെന്ന് പറഞ്ഞാണേ. അല്ലേ, ആളൊന്നും നല്ല ചുള്ളനായിണ്ടല്ലോ. വണ്ടിക്കൊരു ചെറിയ ട്രബിള്. ഇത്തിരി പഞ്ചാര വീട്ടൊരു സോഡാ സർവത്തിന് കേട്ടോ. ഇപ്പൊ വേണ്ട പറയാ. മറിയാമ്മ സാറിന്റെ ട്രീറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്താ? അല്ല, സ്റ്റേഷനില് വീണ്ടും ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് കണ്ട് ചോദിച്ചതാ. എന്ത് പറ്റി അങ്കിൾ? അല്ല, വണ്ടിക്ക് ചെറിയ ട്രബിള്. ട്രബിളോ? എടാ നീ ഒന്ന് നോക്കിയടാ,
ഇവൻ ഭയങ്കര മെക്കാനിക്. അല്ല വേണ്ട, ഞാൻ നോക്കാം. നീ പോയി start ആ. അല്ല വേണ്ട, ഞാൻ ശരിയാക്കാം. നീ start ആക്ക്. ഞാൻ നോക്കാം, ഞാൻ നോക്കാം. ഇവര് നന്നാക്കി തരുമോ മാവാ? നീ സ്റ്റാർട്ട് ആക്കടാ. അങ്ങനല്ല, നീ വണ്ടി കേറ്. വേണ്ട. നിക്കണോ അവിടെ? എന്താണ് അവിടെ കാര്യം? ഞാൻ ഈ വണ്ടിക്ക് ഒരു ചെറിയ ട്രബിൾ. കൃത്യമായി ഇതിന്റെ മുമ്പിൽ തന്നെ വരുമ്പോ തന്റെ വണ്ടിക്ക് ഒരു ട്രബിളോ? മെക്കാനിക്ക് വല്ലതും ഉണ്ടോന്ന്. ഏത് മെക്കാനിക്? ആരുടെ ഈ വണ്ടി? എന്റെ എന്താ തന്നെ കുക്കിനൊരു വണ്ടിയോ? ജീപ്പി പോയി വീടോ? അല്ലേ? എന്താണ് അവിടെ കാര്യം? അങ്കിളിന്റെ വണ്ടി. അങ്കിളിന്റെ വണ്ടി കോളേപ്പടാ. അല്ലേ? നിന്റെ കടയിൽ കഞ്ചാവ് ബിസിനസ് ഉണ്ടോ? ഇല്ലില്ലേ പോവാ, ഉണ്ടില്ല. ഇല്ലിട്ടില്ല. ഉണ്ടില്ലേ? ഒരു പഴം ഇങ്ങട് എടേ. ആ എലിയമ്മ വാ. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, എടുത്തു തിന്നുമല്ല. നിങ്ങളുടെ ഊര് പോയില്ലേ? റെഡിയായി. എന്തോ റെഡിയായി? വണ്ടി റെഡിയായി. അതിനിടയ്ക്കങ്ങ് റെഡിയായോ? ആ പവനെ ഉദ്ദേശിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. കയറി വണ്ടിയില്ലേ? വണ്ടി വിടാ. ആ അടാ വിട്ടുവെക്കോ. വീട് പിടി. വേലാലി ഭാഗത്ത് കണ്ടാലുണ്ടല്ലോ, പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. ചെല്ല. ആ വല്ല സോഡയൊക്കെ വാങ്ങിച്ചു കുടിച്ചോ. രാവിലെ ആരും ഒന്നും കഴിച്ചതല്ലോ. ചേട്ടന്റെ ചിരി ഞാൻ നിർത്തി തരാം. വന്നേ. അല്ല സാറേ, എന്താ പെണ്ണ് കാണാൻ പോയോ? അല്ല, പുതിയ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. ഇത് പുതിയൊന്നുമല്ല, പഴയതാ. നിന്റെ മോലാളിയുടെ ഗ്ലാമർ കളയണ്ടെന്ന് വെച്ചിട്ടല്ലേ ഞാൻ കളവനായിട്ട് നടക്കുന്നത്. ആ മീശയും താടിയും കൂടി ഒന്ന് കറുപ്പിക്കാമായിരുന്നു. എന്താ? എന്താടാ, അലമാരിയില് പഴയ പാന്റൊക്കെ ഇരിക്കുന്നു. സംഭവം നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെന്നാ കണ്ടവരൊക്കെ പറഞ്ഞത്. നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നണത് പറഞ്ഞാൽ ചിലപ്പോ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കും. അല്ല, ഓഡിറ്ററെ കണ്ടോ? പിന്നെ കാണാണ്ട്. പക്ഷേ അയാൾ ആള് ശരിയല്ല. അതെന്താ? അയാൾ ഇന്ന് ഫ്രീ ആണ്, എക്സ്ക്ലൂസീവ് ആയിട്ട് എന്നോട് ഇരിക്കാന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോഴോ ഒരു പൂരത്തിന്റെ ആള്. അപ്പൊ ആളെ കണ്ടില്ല. കാണാതെ പോരണമെങ്കിൽ മേനം വേറെ ജനിക്കണം. ഞാൻ ഇടിച്ചങ്ങ് കേറി. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്തൊന്ന് തീർത്തങ്ങ് പറഞ്ഞു. കംപ്ലീറ്റ് ഫയലും ക്ലോസ് ചെയ്യും. അതേതായാലും നന്നായി. അച്ഛനകത്തേക്ക് വാ. ടയർഡായിട്ട് വരികയല്ലേ? നമുക്ക് നീ കുറച്ച് വെള്ളം കുടിക്കാം. അച്ഛൻ ഇനി എ സിയിലിരുന്ന് ചായ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പോയാ മതി. ഓ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി വയ്യ. ഹലോ മേനോൻ. ഓഡിറ്റർ സാർ അപ്പൊ ഒന്നു അച്ഛൻ അറിഞ്ഞൂടെ? ഇത് ഡബിൾ റോളാ. ഒന്ന് വീട്ടിലും ഒന്ന് ഇവിടെ. എന്താ ആളെ കളിയാക്കുന്നു? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഇങ്ങനെ സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത് ദൈവം നമ്പരാന് മാത്രമേ അറിയാവൂ. നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് ഇല്ലേ സാറേ? പിന്നെ ആ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവനൊക്കെ എന്നാ എനിക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നേ? അല്ലേ? അച്ചോ, കള്ളനോ? നിന്റെ അച്ഛനാ? എന്റെ അച്ഛന് പറഞ്ഞോണ്ടല്ലോ അടിച്ചു ശരിടാ പട്ടി. കൃഷ്ണകുട്ടി മേനോനാണെന്ന് നിന്റെ അച്ഛൻ. അച്ഛനോ? അച്ഛനെങ്ങനെ കരിഞ്ഞു പോയേ? അടുക്കളയിൽ ഗ്യാസ് വല്ലതും ലീക്ക്? ഞാൻ ഒന്ന് ഡൈ ചെയ്യാൻ നോക്കിയതാ. ഡൈ ചെയ്യാനോ? അച്ഛൻ ഇപ്പൊ ചാവാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? ആ ഡൈ അല്ലടാ, ഒന്ന് കറപ്പിച്ചതാ. ഓ അതെ, ഒന്ന് നിന്നേ. എന്താ പെട്ടെന്ന് ഒരു കറപ്പിക്കല്? അതെ, ആ ഷോപ്പിംഗ് കോംപ്ലക്സിലും ജംഗ്ഷനിലും ഒക്കെ ഭയങ്കര റൂമർ. എന്ത് റൂമർ? ഞാൻ നിന്റെ അപ്പൂപ്പനാന്ന്. അത് റൂമറാണോ? നീ മാത്രം അങ്ങനെ ഗ്ലാമറായിട്ട് നടന്നാ മതിയോ? ഞാനും ഒന്ന് സ്മാർട്ട് ആവട്ടാ. എന്നാ പിന്നെ അറിയാവുന്നവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. ഇല്ല നാട്ടുകാരെന്താ പറയാന്നറിയോ? മകൻ അച്ഛന്റെ തലയിൽ കരിയോയില് കമത്തിന്ന്. എന്താണ് ഒരിളക്കം? കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തളക്കം? വേണ്ട മോനെ, കൊക്ക് കറുത്താൽ കാക്കിയാവില്ല. പോരാത്തിന് ഇതേ ഓൾഡ് സ്റ്റോക്കാ. പെട്ടെന്നൊരു ചുവന്ന മഴ പെയ്താ കംപ്ലീറ്റ് ചുമപ്പാവും. പുറകെ പ്രാണിമഴയും. നല്ല രസമായിരിക്കും കാണാൻ. കുളിക്കാൻ കിണർ പോലും ഉണ്ടാവില്ല. കാലം അതാ. എക്സ്ക്യൂസ് മീ, ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? താങ്ക് യു. അതെ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ല, ഹിസ്റ്ററി ഓ ഡിപ്പാർട്ട്മെന്റ്. സോറി സോറി സോറി. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? റൈറ്റിലോട്ടാണ്. റൈറ്റിലേക്ക്. ആ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആയി. പോയിട്ട് വാ. അപ്പൊ താൻ വരുന്നില്ലേ? താൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇവിടെ ഉണ്ട്. ചെല്ലേ. ആ പിന്നെ അന്നത്തെ പോലെ ആക്രാന്തം ഒന്നും കാണിക്കരുത് കേട്ടല്ലോ. ഇല്ല. ആ പോക്കോ.
ആ ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീദേവി ടീച്ചർ. ശ്രീദേവി ടീച്ചറിനെ ഇന്ന് കണ്ടില്ലല്ലോ. ലീവ് ലെറ്റർ കൊടുത്തയക്കാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. ആ ആളിന്ന് ലീവാ. താങ്ക് യു. എന്തെങ്കിലും മെസ്സേജ്? ഇല്ല, നോ, ഇറ്റ്സ് ഓക്കെ. ആ. താങ്ക് യു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ഇതിലെ പോയാൽ മതി. ഈ വഴി. താങ്ക് യു. സിന്ദൂരാരണ വിഗ്രഹം ഹൃദയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഹീമാപീനക്ഷോരുഹ പാണിഭ്യാമളിപൂർണ്ണ യത്നേഷകം ത്രികോൽപലം വിഭ്രതിം സൗമ്യാം രത്നകടസ്ഥരക്ഷേരണം ധ്യായേത് പരാമംബികാം സിംഹാരൂഢാം ത്രിനേത്രാം കരതലവിരുതൽ ശങ്കചക്രാചിരമ്യം ഭക്താവിഷ്ടപ്രദാത്രീം ത്രിപുപതനകരീം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്താം ശശികുതമകടാം ശ്യാമളാംഗീം കൃപാദ്രാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപദ്ദുന്മൂലനായ ധ്യായേത് പദ്മാസനസ്ഥാം വികസിത. ഓ ഈശ്വര, എന്നെ രക്ഷിച്ചു. പത്മാസനസ്ഥാം വികസിത വദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം കൃഷ്ണവസ്ത്രാം കരകലിതല. നിന്നെ എന്താ ഇത്? വായിക്കാൻ വായിക്കാൻ ഇംഗ്ലീഷ് മലയാളം നീണ്ടു. ഇംഗ്ലീഷ് മലയാളം നീ കണ്ടു. കോളേജിൽ പിള്ളേരോട് കാണിച്ച തോന്നിവാസം ഭഗവാനോട് കാണിച്ച അങ്ങേരെ അതിന്റെ ഇരട്ടി തരും. ടീച്ചറിന്റെ ലീവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി അച്ഛൻ ആ നേരത്തെ കോളേജിൽ പോയതുകൊണ്ടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അല്ല, എനിക്ക് അറിയാൻ പാടിട്ട് ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? അച്ഛൻ എന്തിനാ കോളേജിൽ പോയത്? മോനെ ഉള്ള സത്യം പറയാലോ, ആ പ്രിൻസിപ്പലിനെ കണ്ട് +2 അഡ്മിഷന്റെ കാര്യം. +2 കോളേജില്ല? അല്ലല്ല, ഇത് BSc. അച്ഛൻ എന്താ കോളേജ് പഠിക്കാൻ പോവാ? എനിക്കല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ മാന. ഏത് ഫ്രണ്ട്? നീ അറിയത്തില്ല? ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട് അച്ഛനുള്ളത്? അല്ല, ഇതെങ്ങും സിംഗപ്പൂരിലുള്ള. സിംഗപ്പൂരും? ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. അടയ്ക്കാണ് ഈ മടിയിൽ വെക്കാം, അടയ്ക്കാൻ വരെ ആയാലോ. ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനുണ്ട് ഭാവമെങ്കിൽ ഞാൻ കൊണ്ടുപോയി വല്ല വൃദ്ധസദനത്തിലാക്കും. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. അവിടെ എന്നെ ഇനി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല, നോക്കിക്കോ. ഞാൻ നേരത്തെ കഴിച്ചു. കഷ്ടം. ഏത് നേരത്തെ ഈശ്വര ഇങ്ങേരെ എന്റെ തന്ത ഏത്? ഓ